നമ്മൾ ഒരു യാത്ര പുറപ്പെടുകയാണ്. ഒരുപക്ഷെ ഇന്നേ വരെ മറ്റാരും ചെയ്യാത്ത ഒരു യാത്ര. വിൻസെൻഷ്യൻ സഭയിൽ വൈദിക ജീവിതത്തിൻ്റെ 50 വർഷം ആഘോഷിക്കുന്ന 4 പേരാണുള്ളത്. അവർ റവറൻ ഫാദർ പോൾ കാര്യാമഠം, റവറൻ ഫാദർ മാത്യു അറക്കത്തോട്ടം, റവറൻ ഫാദർ ജോർജ് കുന്നപ്പള്ളി, റവറൻ ഫാദർ ജോസഫ് പാറയിൽ. വൈദിക ജീവിതത്തിൽ 50 വർഷം ഒരു നിസ്സാര കാര്യമല്ലല്ലോ. നേർവഴിയിലൂടെ നേർക്കാഴ്ചയിലേക്ക്. നമ്മളിപ്പോൾ കോട്ടയത്ത് വിൻസെൻഷ്യൻ സഭയുടെ സെൻറ്റ് ജോസഫ് പ്രൊവിൻസിൻ്റെ കീഴിലുള്ള പരിത്രാണ ധ്യാന കേന്ദ്രത്തിലാണുള്ളത്. ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. പ്രായമായ വൈദികരും രോഗികളായിട്ടുള്ള വൈദികരൊക്കെ റെസ്റ്റ് എടുക്കുകയും താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. നമ്മളുടെ ഇന്നത്തെ ഈ വരവിന് നമുക്കൊരു ഉദ്ദേശമുണ്ട്. വെരി റവറൻ ഡോക്ടർ പോൾ കാര്യാമഠം അച്ഛനെ കാണാൻ, പരിചയപ്പെടാൻ, അച്ഛൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ നമ്മളിവിടെ ആയിരിക്കുകയാണ്. അച്ഛാ, ഈ സുമിശേഖ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരുപാട് സന്തോഷമുണ്ട് അച്ഛാ, അച്ഛനെ കാണാൻ സാധിച്ചത്, അച്ഛനെ പരിചയപ്പെടാൻ സാധിച്ചത്. അച്ഛൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ 9 സഹോദരി സഹോദരന്മാരാണ്. ഞാൻ അങ്കമാലിയിൽ 2 വർഷം ലത്തീൻ, സുറിയാനി മുതലായ ഭാഷകൾ പഠിച്ചു. അതിനുശേഷമാണ് ഞാൻ ചെന്നൈ പട്ടണത്തിലെ പൂനമല സെമിനാരിയിലാണ്. പൂനമലയല്ല, പൂനമലയിൽ നിന്നാണ് അവർ പറയുന്നത്. മലൈ. അതെ. മദ്രാസ് മൈലപ്പൂരിലെ ആർച്ച് ബിഷപ്പ് അരുളപ്പ, അന്നത്തെ ആർച്ച് ബിഷപ്പ് അരുളപ്പ. അദ്ദേഹം മരിച്ചുപോയി. പട്ടത്തിന് ശേഷമുള്ള കൂടുതൽ സമയം അച്ഛൻ പഠിപ്പീരാണ്. അതിനുശേഷം പഠിപ്പീര് ആയിരുന്നു എന്ന് പറയാം. പൊതുവെ ഒരു 45 വർഷത്തോളം വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാനായിട്ട് പ്രധാനമായി പൗരോഹിത്യ ജീവിതം ചെലവഴിച്ചു എന്ന് പറയാം. വിൻസെൻഷ്യൻ സഭയുടെ ജനറലായിട്ട് 1988 മുതൽ 92 വരെയുള്ള കാലഘട്ടത്തിൽ സഭയുടെ ജനറലായിട്ട്, ആ ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സഭ 3 പ്രൊവിൻസായിട്ടൊക്കെ തിരിഞ്ഞതും. അപ്പോൾ അങ്ങനത്തെ ആ പഴയ ഒരു ആയിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ആ സഭയുടെ ആ തിരിവും, ഇല്ലെങ്കിൽ അതേക്കുറിച്ച് അതിനൊന്ന് ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാനുണ്ട്. വിൻസെൻഷ്യൻ സഭ 3 പ്രൊവിൻസുകളായി 1990 വത്തിക്കാനിൽ നിന്ന് രേഖ മൂലം തിരിഞ്ഞത്. അതിന് ഇവിടെ നമ്മൾ അതിൻ്റെ പ്രമാണങ്ങൾ എഴുതി തയ്യാറാക്കി റോമിലേക്ക് വിട്ടു. റോമിൽ നിന്ന് 3 പ്രോവിൻസുകൾക്ക് അധികാരം നൽകി. അതൊക്കെ വളരെ സുതാര്യമായിട്ട് ചെയ്യാൻ സാധിച്ചതിനെ അച്ഛൻ എങ്ങനെ കാണുന്നത്? അത് പരിശുദ്ധാരൂപയുടെ പ്രവർത്തനവും മനുഷ്യൻ്റെ സഹകരണവുമാണ്. അന്ന് ജനറേറ്റ് എന്നൊരു സ്ഥാപനം, എടപ്പള്ളിയിലാണോ ജനറേറ്റ്? അന്ന് ജനറേറ്റ് ഇല്ല. അന്നത്തെ ജനറേറ്റ് ആകാശത്തിലായിരുന്നു, സ്വർഗസ്ഥനായ പിതാവിൻ്റെ കരങ്ങളിലായിരുന്നു. അത് കുറച്ച് കൂടുതൽ പറയാനുള്ളത്. ജനറേറ്റ് തിരിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും വീടുകളിലേക്ക് പോയി. തിരിക്കുക എന്നുള്ള ഭാരം എൻ്റെ തലയിൽ വന്ന് ചേർന്നു. അത് എടപ്പള്ളിയിൽ സ്ഥലം പോലും അന്നില്ല. എടപ്പള്ളിയിൽ സ്ഥലമില്ലാത്തടത്ത് ഇങ്ങനെ കെട്ടിടം വെക്കുന്നു. അപ്പോൾ നമ്മൾ തൃശ്ശൂർ മുതൽ ജനറേറ്ററുള്ള സ്ഥലം നോക്കി കാണുകയുണ്ടായി. പക്ഷെ കയ്യിലാകപ്പാടെ ഉള്ളത് 1 ലക്ഷം രൂപ മാത്രമാണ്. 1 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾ ഇന്ന് തൃശ്ശൂർ മണ്ണൂത്തി മുതൽ എടപ്പള്ളി വരെ സഞ്ചരിച്ചാൽ എന്തുമാത്രം സ്ഥലവും കെട്ടിടവും. അപ്പം അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് ദൈവപരിപാലനയാൽ 2 ഏക്കർ സ്ഥലം എടപ്പള്ളി ടോളിനടുത്ത് കേസിൽ കുടുങ്ങിയിരുന്നാണ് ആ സ്ഥലം. 30 ദിവസത്തിനുള്ളിൽ ആ കേസ്
പെട്ടെന്ന് മാറി, ഒരു അത്ഭുതം പോലെ കേസ് മാറുകയും ഇന്ന് കാണുന്ന ആ 2 ഏക്കർ സ്ഥലം, കരസ്ഥലം, യാതൊരു ബാധ്യതയും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് പൈസ കൊടുത്തു, സ്ഥലം എഴുതി തന്നു. അച്ഛൻ്റെ ഇത്ര നാളത്തെ ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസിൽ ഇന്നൊരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചുകൂടി നന്നായി പോകാം. ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മേഖലകൾ, അതും ചിലപ്പം കേൾക്കുന്നവർക്ക് ഇല്ലെങ്കിൽ അത് കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു പൂർത്തി അനുഭവമായിരിക്കാം. നിശബ്ദതയിലേക്ക് വരണം. പ്രാർത്ഥന ഞാൻ പറഞ്ഞ നിശബ്ദതയിലേക്ക് വന്നിട്ട് പുറത്തോട്ട് ഒഴുകണം. അത് വിൻസെൻ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കർത്തൂസിയൻസ് അറ്റ് ഹോം, അപ്പോസൽസ് എബ്രോഡ് എന്ന്. പ്രത്യേകം സഹകരണത്തിന് നന്ദി. നല്ല ഒരു പുതുവത്സരം ആശംസിക്കുന്നു. ഒപ്പം പൗരോഹിത്യത്തിന്റെ 50ാമത്തെ നിറവിൽ ഈശോ ഇനിയും അച്ഛനെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യാമൃതത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരിക. ഒന്നാമത്, അദ്ദേഹം നമ്മുടെ ഈ കേരളത്തിലെ എന്നല്ല ഭാരതത്തിലെ തന്നെ ഏറ്റവും പാണ്ഡിത്യം തികഞ്ഞ ബൈബിൾ അധ്യാപകരിൽ ഒരാളായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ആളാണ്. റോമിലെ ബിബ്ലിക്കം എന്ന ആ സ്ഥാപനത്തിൽ നിന്ന് ബൈബിളിൽ ഡോക്ടറേറ്റ് നേടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല എന്ന് നമുക്കറിയാം. അങ്ങനെ പ്രശസ്തമായ വിധത്തിൽ ഡോക്ടറേറ്റ് നേടി അച്ഛൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ശുശ്രൂഷ രംഗം വിൻസെൻഷ്യൻ സഭയുടെ അഡ്മിനിസ്ട്രേഷന്റെ രംഗത്താണ്. അച്ഛൻ സുപ്പീരിയർ ജനറലായിട്ട് 4 കൊല്ലക്കാലം സഭയിൽ സേവനം ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ആ 4 വർഷക്കാലം വിൻസെൻഷ്യൻ സഭയുടെ ഏറ്റവും സംഭവ ബഹുലമായ വർഷങ്ങളിൽ പെട്ടതാണ്. അതായത് വിൻസെൻഷ്യൻ സഭ 3 പ്രോവിൻസുകളായിട്ട് രൂപീകരിക്കപ്പെടുന്നത് അച്ഛൻ സുപ്പീരിയർ ജനറലായിരുന്ന കാലത്താണ്.